Hello everyone, this is Sunisha and welcome to Neo Home Tuitions. So ഞാൻ നിങ്ങളുടെ മാത്സ് ടീച്ചറാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള റിയൽ നമ്പേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ്, ബേസിക് ടോപ്പിക് ആയിട്ടുള്ള പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ 1 തൊട്ട് 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അതൊരു ബേർഡൻ ആയിട്ട് നിങ്ങൾ കണക്കണ്ട, ജസ്റ്റ് ഒരു വർക്ക്, അതായത് എന്താ പറയുക, അപ്പം അങ്ങനെ കണ്ടുപിടിച്ചതിലൂടെ ആ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിൽ അതെന്തായി തറവായി. സോ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് പ്രൈം നമ്പേഴ്സ് എന്തിനാണ് നമ്മൾ പഠിച്ചത്? അപ്പോൾ എന്തിനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു? പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചത്, അല്ലേ? സോ ഇനി നമുക്ക് പ്രൈം ഫാക്ടറൈസേഷനിലോട്ടാണ് പോകുന്നത്. സോ പ്രൈം നമ്പേഴ്സിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഫാക്ടറൈസേഷനിലോട്ട്. സോ എന്താണ് ഈ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്? ആ ഒരു വേർഡിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ. അതായത് പ്രൈം നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന ഒരു നമ്പറിനെ ഫാക്ടറൈസ് ചെയ്തെടുക്കുന്നതിനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ? തന്നിരിക്കുന്ന ഒരു നമ്പറിനെ, തന്നിരിക്കുന്ന ഏത് നമ്പറും ആയിക്കോട്ടെ, ഏത് നമ്പറിനെ നമ്മൾ പ്രൈം നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട്, ഏത് നമ്പർ എടുക്കാൻ പറ്റില്ല, പ്രൈം നമ്പേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ട് ഫാക്ടറൈസ് ചെയ്ത് എടുത്ത് വരുവാണെങ്കിൽ അതിനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ തരുവാണ്. ഇപ്പോൾ 24. ഓക്കെ, 24 ആണ് ഞാനൊരു നമ്പർ. ഓക്കെ, നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറാണ്. സോ ഇതിന് ഫാക്ടറൈസ് ചെയ്ത് വരാൻ പോവാണ്. സോ ഞാൻ എടുക്കുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ് മാത്രമായിരിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് പ്രൈം നമ്പർ 1 ആണ്. 1 നമുക്കിവിടെ എടുത്തിട്ട് കാര്യമില്ല, ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 24 തന്നെ കിട്ടും. സോ നമ്മുടെ ഫസ്റ്റ് പ്രൈം നമ്പറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 എടുത്തു. ഓക്കെ, സോ 2 എടുത്ത് ചെയ്യുന്ന സമയത്ത് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2 1 ടൈംസ് ആൻഡ് 2 in 4 2 ടൈംസ് 12 എന്ന് വന്നു, അല്ലേ? ഇനി നമുക്ക് വീണ്ടും ഫാക്ടറൈസ് ചെയ്യാം. ഇനി നമുക്ക് 12നെ ഫാക്ടറൈസ് ചെയ്യാം. 2 വെച്ചിട്ട് തന്നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ലേ 12. സോ വീണ്ടും 2 വെച്ച് തന്നെ ചെയ്യാം. ഓക്കെ, 2ന് 12 വെച്ച് ചെയ്യുന്ന സമയത്ത് എത്ര വരും? ഇറ്റ് ഈസ് 6, അല്ലേ? സോ ദാറ്റ് ഈസ് 2 6 12 അല്ലേ? സോ 6 എന്ന് കിട്ടി നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് 6നെ എന്ത് വെച്ച് ഫാക്ടറൈസ് ചെയ്യണം? പ്രൈം നമ്പർ വെച്ച് ഫാക്ടറൈസ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യണം? 2 വെച്ച് തന്നെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2 എന്ന് പറയുന്ന നമ്പർ തന്നെ എടുക്കണം. സോ 3, അല്ലേ? 3 എന്ന് കിട്ടി. അതായത് 2 3 6 ആണ്. സോ 3 എന്ന് കിട്ടി. ഇനി ഈ 3 എന്ന് പറയുന്ന 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? 2 എന്ന് പറയുന്ന പ്രൈം നമ്പർ വെച്ച് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ബാക്കി അപ്പം നെക്സ്റ്റ് പ്രൈം ഫാക്ടർ ഏതാന്ന് നോക്കുക. അതായത് നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാന്ന് നോക്കുക. ഏതാണ് നെക്സ്റ്റ്? 2 കഴിഞ്ഞ അടുത്ത പ്രൈം നമ്പർ ഏതാ? 3, അല്ലേ? 3ൽ പോകുന്നുണ്ടോ നോക്കുക. പോകുന്നുണ്ട്. 3ൽ 1 ടൈം 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നമ്മുടെ എൻഡ് ഓഫ് ദ പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, എൻഡ് ഓഫ് ദ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് 1 കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു 24ന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 24ന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 into 2 into 2 into 3. ക്ലിയർ ആയോ? അതായത് 24ന്റെ പ്രൈം ഫാക്ടേഴ്സ് ഏതെന്ന് വെച്ചാൽ ഇതാണ് 2 into 2 into 2 into 3 ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണ്, ഇതല്ലാതെ 24നെ ഇതിപ്പോൾ എന്താണ് നമ്മൾ സാധാരണ ചെയ്യുന്ന ഫാക്ടറൈസേഷൻ എന്നാണല്ലോ, പക്ഷെ ചിലവർ 4 വെച്ചൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യും 24നെ, അല്ലേ? 24 4 വെച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്ത് വരാം. പക്ഷെ 4 വെച്ച് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്തത് പ്രൈം ഫാക്ടറൈസേഷൻ ആവുമോ? ഇല്ല. കാരണം എന്താണ്? 4 എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ല. സോ ക്ലിയർ? സോ ഇങ്ങനെ ഒരു തന്നിരിക്കുന്ന ഒരു നമ്പറിനെ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്തെടുക്കുന്നതിനാണ് പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. Okay, so I hope that this is clear for you all. So we'll be moving on to the next topic on the next video. Till that, bye and see you.